ഗായ്സ്, ചെന്നൈയിലൊരു എക്സിബിഷന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളടുത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. ടിക്കറ്റിന് വെറും ഒരാൾക്ക് 60 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ കുറേ ആനിമൽസൊക്കെ കാണാം. ലൈക്ക് ഡമ്മി ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്. ചില ഷോപ്പിലൊക്കെ എല്ലാ സാധനങ്ങളും വെറും 20 റുപ്പീസ് ഉള്ളൂ. ലൈക്ക് എവറിത്തിങ് 20 റുപ്പീസിന് കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ കടയിൽ ഈ ഒരു കടയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു കടയിൽ എല്ലാ സാധനത്തിനും വെറും 20 റുപ്പീസ് ഉള്ളൂ. സ്റ്റേഷനറീസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്റ്റേഷനറീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്സ് മാത്രമല്ല, ഇവിടെ കുറച്ച് ഗെയിമിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് റൈഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ റൈഡ്സ് അല്ല. ഇവിടെ ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന കുറച്ച് റൈഡ്സൊക്കെ ആയിരുന്നു. ലൈക്ക് ജയൻറ്റ് വീല്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, ബലൂൺ പാർക്ക് പോലെ. പിന്നെ ഇതാണ് ഗെയിമിങ്ങിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഗെയിം നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും. ലൈക്ക് കിച്ചൺ പ്രോഡക്ട്സ് ആവാം, പലതും ആവാം. പിന്നെ അവിടെ സ്നോ വേൾഡ്, ഹൊറർ ഹൗസ്, പിന്നെ അവിടെ ഉള്ളത് ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ഒരു വലിയ തന്നെ ഫുഡ് കോർട്ടായിരുന്നു. ലൈക്ക് ബജീസും പാനിപൂരി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു. ഈ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് നല്ല എസ്തറ്റിക്കാണ്. മിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ബിക്കോസ് നല്ല ട്രെൻഡിങ് ആണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് 5 സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഫ്രൈഡ് ചിക്കൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നാളെ നാട്ടിൽ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാമെന്ന് കരുതിയിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ വന്നു. ലൈക്ക് ഞങ്ങൾ വണ്ടിക്കാണ്, ലൈക്ക് കാറിലാണ് പോകുന്നത് നാട്ടിൽ. അപ്പോൾ കുറേ ദൂരം പോകാനുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ. ബായ്.